മത്സ്യ കൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ ശ്രീ കൽക്കി. കലിയുഗം എന്ന് വെച്ചാൽ കലഹയുഗമാണ്. എല്ലാവരും സ്വന്തം കാര്യം നേടാൻ ഉള്ള പരിശ്രമത്തിലാണ്. അതിന് പെട്ടെന്ന് ശോഭം വരും കലിയുഗത്തിൽ. അല്ല സ്വാമി ആ പെങ്കൊച്ചിനെടുത്ത് തോളത്ത് വെച്ചത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പം ഗുരുനാഥൻ പറഞ്ഞേ, ഞാൻ പുഴ കടന്നപ്പോൾ തന്നെ ആ കുട്ടിയെ ഇറക്കി വിട്ടു, നിങ്ങളിപ്പോഴും ചുമന്നുകൊണ്ട് കിടക്കുകയാണല്ലോ. നമ്മൾ സദ്ഗുണങ്ങളെ അന്വേഷിക്കുമ്പോൾ അതിൻ്റേതായ ചിട്ടകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവനവൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ള മനുഷ്യർക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നമസ്കാരം സ്വാമി. നമസ്കാരം. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൽക്കിയെ പറ്റിയിട്ട്. ദ്വാപരയുഗം കഴിഞ്ഞിട്ട് കൽക്കിയുടെ വരവുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും കൽക്കിയുടെ വരവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക അവസാനമാണ്, അതാണ് ഈ പറയുന്നത്. ആ ഒരു അവതാരത്തോടെ ഇവിടുത്തെ എല്ലാ സർവനാശം ഉണ്ടായിട്ട് വീണ്ടും ഒരു റീക്രിയേഷനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സ്വാമിയുടെ ആ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കാം കൽക്കി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങളിലേക്ക് അതിനകത്ത് പോകണം. ഋക്ക് യജുസ് സാമ മദർവ് എന്നുള്ള വേദങ്ങളെല്ലാം പഠിച്ച് വരുമ്പോൾ അവതാര പുരുഷന്മാരെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ മഹാഭാരതത്തിലും രാമായണത്തിലും കാണുന്നുണ്ട്. മത്സ്യ കൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ ശ്രീ കൽക്കി. ചിലടത്ത് സായിബാബ പറയുമ്പോൾ ബലരാമ പറയൂല, ശ്രീബുദ്ധ കൽക്കി എന്ന് പറയും. ശ്രീബുദ്ധ കൽക്കി. ബലരാമനെ അവിടെ വിട്ടുകളയും. ഇങ്ങനെ ദശാവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പം എല്ലാ അവതാരവും കഴിഞ്ഞ് അടുത്തത് ഇതിപ്പോൾ കലിയുഗമാണ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കലിയുഗത്തിൽ കൽക്കി അവതാരം വരുമെന്നാണ്. അപ്പോൾ വാളും പിടിച്ച് കുതിരപ്പുറത്ത് ഒരാൾ വരണമായിട്ടൊക്കെ പല രൂപങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും ഈ അവതാരങ്ങളെ നമ്മൾ കാണിക്കുമ്പോൾ ഇത് കലിയുഗം എന്ന് വെച്ചാൽ കലഹയുഗമാണ്. എവിടെ നോക്കിയാലും കലഹമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലും ഇല്ല. ഒരു പണ്ഡിതൻ്റെ വീട്ടിൽ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം പറയുന്ന കാര്യം അവരുടെ വീട്ടുകാരെ അംഗീകരിക്കില്ല. പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞ് കുട്ടികൾ നേരെ തിരിച്ചേ വരികയുള്ളൂ. കഴിഞ്ഞ TG മോഹൻദാസ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ മതി, ഞാൻ നരേന്ദ്രമോദിയുടെ ഉപദേശകനാണെങ്കിൽ ഇവിടെ എല്ലാവരും മോദി പറയണതിന് എതിര് പറയാമെന്ന് മാത്രമേ ഇവർ ചിന്തിക്കണുള്ളൂ. അപ്പം ഇതെന്തിനാണെന്ന് അറിയില്ല. അപ്പം SIR വേണോ എന്ന് മോദി പറഞ്ഞപ്പോൾ ഇത് വേണ്ടാന്ന് പറയാനാണ്. ഞാനാണ് ഉപദേശിക്കുന്നത് പറയും SIR ഈ നാട്ടിൽ വേണ്ട എന്ന് ഞാൻ മോദിയെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ SIR വേണമെന്ന് ഇവരൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ കലിയുഗത്തിൽ എപ്പോഴും വൈരുദ്ധ്യാത്മകമായ സ്വഭാവങ്ങളും സംഭാഷണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥ തൽപരനുമാണ് മനുഷ്യർ. എൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ ചീത്ത പറയാം, ഭർത്താവിന് എൻ്റെ ആവശ്യം നടന്നില്ലെങ്കിൽ ഭാര്യയെ വഴക്ക് പറയാം. ഇത് തന്നെ തിരിച്ചു കുട്ടികളും. എല്ലാവരും സ്വന്തം കാര്യം നേടാൻ ഉള്ള പരിശ്രമത്തിലാണ്. അതിന് പെട്ടെന്ന് ശോഭം വരും കലിയുഗത്തിൽ. അതാണ് കലിയുടെ അവതാര സമയത്ത് കലി പോകുമ്പോൾ കലിക്ക് നീ എവിടെയൊക്കെ ഇരിക്കാമെന്ന് പറയും. പുരാണം പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇറച്ചി വെട്ടുകെടുത്തും വേശ്യാലയങ്ങളിലും മദ്യസേവ നടത്തുന്നിടത്തും ഇങ്ങനെ ഇവിടെയൊക്കെ നിനക്ക് എപ്പോഴും വേണമെങ്കിലും പ്രവേശിക്കാമെന്നാണ് കലിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് പറയുമ്പോൾ ഒരു ബ്രാഹ്മണൻ തെറ്റ് ചെയ്തപ്പോൾ ഇയാൾ ശിക്ഷിക്കണം. അപ്പോൾ രാജാവ് വിധി കൽപ്പിക്കുകയാണ്, ഒന്നിലേ നീ നുണ പറയണം, രണ്ടാമത് മാംസം കഴിക്കണം, അല്ലെങ്കിൽ മദ്യം കഴിക്കണം, അല്ലെങ്കിൽ സ്ത്രീ സേവ ചെയ്യണം. രാവണൻ പറഞ്ഞു, സ്ത്രീ സേവയൊന്നും ഞാൻ ചെയ്യൂല, മദ്യവും കഴിക്കൂല, മാംസവും കഴിക്കും, നുണയും പറയൂല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും നീ ഒന്നും ചെയ്യാതെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചപ്പോൾ അല്പം മദ്യം കഴിക്കാമെന്ന് പറയും. മദ്യം കഴിച്ചപ്പോൾ പുള്ളി പറയും, ഇനി വേണമെങ്കിൽ ഇത്തിരി മാംസം കഴിക്കാം. തലക്കുടിച്ചു. മാംസം കഴിച്ചപ്പോൾ പുള്ളി എന്ത് വേണമെങ്കിൽ പറയണം, എന്ത് വേണമെങ്കിലും പറയാം, സ്ത്രീ സേവയും പറയും. അപ്പോൾ ഈ അല്പം മദ്യം ചെന്നപ്പോൾ ഈ രാജാവ് പറഞ്ഞതൊക്കെ ഇയാൾ ചെയ്യണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പം നമ്മളാണെന്ന് ചിന്തിക്കണമെങ്കിൽ ഈ മത്സ്യമാംസ മദിരാശികളെല്ലാം ബഹിഷ്കരിച്ച് ഒരു ആത്മീയ ചൈതന്യം വേണം. മോക്ഷം കിട്ടണമെന്നവർക്ക് ഇതിൻ്റെ പിന്നാലെ പാഞ്ഞാൽ കിട്ടില്ല. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഈ ജീവിതം കുറച്ചുള്ളൂ, അത് അർമാദിക്കണം, അത് എന്തും തിന്നണം, എന്തും കിട്ടണം, എന്തും ആസ്വദിക്കണം, അതിൽ മറ്റൊന്നും നോക്കാനില്ല എന്ന് പറയണവർക്ക് ഈശ്വരനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഈ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണമെന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. അപ്പോൾ അവനവൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ള മനുഷ്യർക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾക്കൊരു വരുമാനത്തിൻ്റെ ഇന്നത് ഒരു ദാനം ചെയ്യാന്ന് പറയും. ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, ആഹാരം കഴിക്കുക, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഈ വലത്തെ കൈ ചെയ്യണത്. കൂപ്പുകൈയെ കുറിച്ച് ഒരാൾ കഥാപ്രസംഗം തമാശ പറഞ്ഞാണ്, ഇടത്തെ കൈ മുനിസിപ്പാലിറ്റിയെ പ്രവർത്തി. അപ്പോൾ രണ്ടുപേരും കൂടുമ്പോൾ സ്കൂപ്പ് കൈ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സദ്ഗുണങ്ങളെ അന്വേഷിക്കുമ്പോൾ അതിൻ്റേതായ ചിട്ടകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിന് ഒരുപാട് തടസ്സങ്ങൾ വരും. ഈ സത്യത്തിൻ്റെ പാതയിലൂടെ സത്യം വധ ധർമ്മം ചര, ഇത് സനാതന ധർമ്മത്തിൻ്റെ ആപ്തവാക്യമാണ്. ഇപ്പോഴും ഈ പറയുന്ന സത്യത്തെ കൂടെ നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ആ സത്യദേവൻ്റെ കഥ പറഞ്ഞത്. സത്യം മുറുകെ പിടിക്കണവന് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഇതാണ് കുന്തിദേവിക്കും കിട്ടിയത് അല്ലേ? നമ്മൾ എനിക്ക് ദുഃഖം തരൂ കൃഷ്ണ എന്ന് ഭാരതത്തിലൊരു സ്ത്രീ പറഞ്ഞത് കുന്തിദേവി മാത്രമേ. അപ്പം എന്താണ്, എന്നാലേ എനിക്ക് ഈശ്വരനെ വിളിക്കാൻ പറ്റുള്ളൂ. സുഖത്തിൻ്റെ നിർവൃതിയിലായി കഴിഞ്ഞാൽ ഈശ്വരസ്മരണയൊക്കെ പോകും. അപ്പോൾ അധികം അമിത സുഖം വന്നാലും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഒരു സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ജീവിതം തന്നെ. അപ്പം അതിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ആരാണോ അവനായിരിക്കും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എപ്പോഴും അതിനൊരു ഗുരു വേണം. മാർഗദർശിയായിട്ടൊരു ഗുരു ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇന്ന് പലരും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് പല കാര്യങ്ങളും പ്രഭാഷണങ്ങൾ നടത്തും. പക്ഷെ അയാളുടെ ജീവിതത്തിലുണ്ടാവില്ല. മൈക്കിൻ്റെ മുമ്പിൽ ഹീറോ ആയിരിക്കും, പ്രവൃത്തിയിൽ സീറോ ആയിരിക്കും. മനസ്സിലായി? ആചാരാനുഷ്ഠാനങ്ങളില്ലാതെ പ്രഭാഷണം നടത്താൻ ഒരുപാട് പേരെ കിട്ടും. ജീവിതത്തിൽ അവരത് ഉൾക്കൊള്ളേണ്ട നോക്കിയാൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് നമുക്കൊരു മാർഗദർശിയായ ഒരു ഗുരുവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവിൽ നിന്നും നമ്മൾ ഗുരുവിൽ ഒരു തെറ്റാണ് ആ ഗുരു ചെയ്യണേന്ന് കണ്ടാൽ ചിലപ്പോൾ ആ ഗുരുവിനെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയും വരും. എല്ലാ ഗുരുക്കന്മാരും പരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഗുരുവിനെ എടുക്കാൻ പറ്റില്ല. എങ്കിലും ഗുരുക്കന്മാർ ശിഷ്യന്മാർ നന്നാവാനായിരിക്കും ഭൂരിപക്ഷം ഗുരുക്കന്മാരും നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന്, യഥാർത്ഥ ശിഷ്യൻ്റെ മഹത്വം എന്താണെന്ന് യഥാർത്ഥ ഗുരുവിന് അറിയാൻ പറ്റും. അതിന് അരിപ്പ് വെച്ച് അരിച്ചൊന്നും എടുക്കണ്ട, ശിഷ്യനെ കാണുമ്പോഴറിയാം. അപ്പോൾ നമ്മൾ ഈ ഗുരുവിൻ്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ ഈ മാനസികമായ ഒരു ചിന്താമണ്ഡലത്തിൽ നമ്മളുടെ ചിന്താധാരകൾ ഈ ഈശ്വരാന്വേഷണത്തിന് വ്യാപൃതമായിട്ട് വരുമ്പോൾ പല തടസ്സങ്ങളും കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികളിലൂടെ പലതും കയറി വരും. അതിൽ നിന്നാൽ വിമുക്തനാകാൻ പെട്ടെന്ന് സാധാരണ ലൗകികർക്ക് വളരെ വിഷമമാണ്. അപ്പോൾ നമ്മൾ അതിന് ഭഗവാൻ തന്നെ ഒരു കഥ പറയുന്നതിൻ്റെ കൂടി ചെറിയ കഥ പറഞ്ഞാൽ, സ്വാമി ഗുരുക്കന്മാർ ഇപ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടി ഒരു നദി കടക്കാൻ ചെന്നപ്പോൾ നദിയിൽ വെള്ളം കയറി അവരങ്ങോട്ട് പോയി. തിരിച്ചു വരാൻ നേരത്ത് നദിയിൽ വെള്ളം കയറി നടക്കാൻ പറ്റാതെ സുന്ദരിയായ ഒരു പെങ്കൊച്ചി വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, എന്താ മോളെ, എനിക്ക് അക്കരെ കിടക്കണം സ്വാമി, നീ എൻ്റെ തോളത്ത് കയറിക്കോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ തോളത്ത് കയറ്റി ഇക്കരെ കൊണ്ടുവന്നു. ശിഷ്യന്മാരൊക്കെ അപ്പം തന്നെ മനസ്സിൽ പിറുപിറുക്കാൻ തുടങ്ങി. ഈ സുന്ദരിയായ പെണ്ണിനെ ഗുരുനാഥനെടുത്ത് തോളത്ത് വെക്കണം, ശരിയാണോ ഇങ്ങനെ മനസ്സിൽ പിറുപിറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ആശ്രമത്തിൽ അല്ല സ്വാമി ആ പെങ്കൊച്ചിനെ എടുത്ത് തോളത്ത് വെച്ചത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞേ, ഞാൻ പുഴ കടന്നപ്പോൾ തന്നെ ആ കുട്ടിയെ ഇറക്കി വിട്ട്, നിങ്ങളിപ്പോഴും ചുമന്നുകൊണ്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. മനസ്സിൽ നമ്മൾ ഓരോന്നും ആവശ്യമില്ലാത്തത് എടുത്തു വെച്ച് ചുമന്ന് വിഷമിക്കുകയും. നമുക്ക് എന്താ വേണ്ടത് അത് അറിഞ്ഞ് ജീവിത പന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ ഭക്തനാരോ അവൻ മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി ഇതുണ്ടാവും എന്നുള്ളതിന് സംശയം.